ജയന്തിക്ക് 2 ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ? എന്താ വിശ്വട്ടാ, വല്ല യാത്രയുണ്ടോ? അത് മൂന്നാർ വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. സത്യമാണോ വിശ്വട്ടൻ പറയുന്നേ? സത്യം പറഞ്ഞ ആ കുഞ്ഞിന്റെ മുഖം ഞാൻ ശരിക്കൊന്നും കണ്ടിട്ടില്ല. ജയന്തി ആ കുഞ്ഞിനെ അടുത്ത് മുന്നിൽ കൊണ്ടുവരുമ്പോഴൊക്കെ ഒരു നിഴൽ പോലെ കണ്ടിട്ടേ ഉള്ളൂ. വിശ്വട്ടിനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ ഞാൻ ഉടനെ പറയാതിരുന്നത്. അവൻ നമ്മുടെ മോന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞ നിമിഷം മുതല് അവനെ ഒന്ന് വാരിയെടുക്കാൻ മനസ്സ് കൊതിക്കാൻ തുടങ്ങിയത്. അതിന്റെ നൂലുകെട്ടിന് പോലും ഞാൻ മുഖം തിരിച്ചു കളഞ്ഞു. ഇപ്പൊ ഓർക്കുമ്പോ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. നമുക്ക് നാളെ തന്നെ പോവാം വിശ്വട്ടാ. ശരി, ആയിക്കോട്ടെ. ആ പിന്നെ 2 ദിവസം അവന്റെ കൂടെ കഴിയാൻ വിശ്വട്ടിന് പറ്റുമോ? ഓ, അത് നടക്കുന്ന കാര്യമല്ല. ലീവ് കിട്ടുമെങ്കിൽ ജയന്തി അവിടെ നിന്നോ. എനിക്ക് ചില മീറ്റിംഗ് ഉണ്ട്. അല്ല, വിശ്വട്ട ഇവിടെ തന്നെ ഉണ്ടാവോ? എറണാകുളം വരെ ഒന്ന് പോകേണ്ടി വരും, ഹൈക്കോർട്ടിൽ. എന്തായാലും ജയന്തി 2 ദിവസം അവിടെ നിൽക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഡ്രൈവറോടാ. അതുപോലെ മതി. ആ പിന്നെ നമ്മൾ വരുന്ന വിവരം നിരഞ്ജനെ വിളിച്ച് ഇപ്പൊ പറയണ്ട. ഇന്നലെ രാത്രി ഞാൻ ശരിക്കും ആലോചിച്ചു. നീ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ നിരഞ്ജന അത് സഹിക്കില്ല. അവളുടെ കുഞ്ഞിന് ഒരു വീട്ടുജോലിക്കാരി മുലപ്പാല് കൊടുക്കുക നിരഞ്ജനെ പോലൊരു പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ അത്? അവളിതറിഞ്ഞ നിന്നെ പിന്നെ ഒരു നിമിഷം അവളിവിടെ വെച്ച് പൊറപ്പിക്കില്ല. കുഞ്ഞിന് നിരഞ്ജനേക്കാൾ ഇഷ്ടം നിന്നോടാ. അവളില്ലെങ്കിലും അവന് നീ മതി. അങ്ങനെയാ കാര്യങ്ങളുടെ കിടപ്പ്. മനസ്സിലായില്ലേ? പെറ്റമ്മയേക്കാൾ കുഞ്ഞിനടുപ്പം വീട്ടുജോലിക്കാരിയോടാണെന്ന്. ഇപ്പോ നിരഞ്ജന ഇതിൽ വിശേഷിച്ചൊന്നും കാണുന്നില്ല. നീ ഒരു ശമ്പളക്കാരി, കൃത്യമായി ജോലി ചെയ്യും. എന്നാ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ അറിഞ്ഞാലോ? കുഞ്ഞു മരിച്ചുപോയ നീ അവളുടെ കുഞ്ഞിന് മുലപ്പാല് കൊടുത്ത് വശത്താക്കി വെച്ചെന്നേ തോന്നൂ. നിന്റെ കയ്യിലേക്ക് വരാൻ കുഞ്ഞാഗ്രഹിക്കുമ്പോ നിരഞ്ജനയുടെ നെഞ്ചു പൊള്ളും. കുഞ്ഞിനെയും കൊണ്ട് നീ കടന്നു കളയോന്ന് വരെ അവള് പേടിക്കും. അയ്യോ മാഡം, ഞാൻ സ്വന്തം കുഞ്ഞിനെ പങ്കുവെക്കാൻ ഒരമ്മയെ ആഗ്രഹിക്കില്ല. നീ അതാദ്യം മനസ്സിലാക്കണം. മറ്റൊരുത്തിയുടെ മുലപ്പാല് കൊടുത്ത് തന്റെ കുഞ്ഞിനെ വളർത്താൻ നിരഞ്ജനെന്നല്ല ഒരമ്മയും തയ്യാറാവില്ല. അതാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം. ഞാനിക്കാര്യം നിരഞ്ജനയോട് പറയാതിരുന്ന ഞാൻ ചെയ്യുന്ന വലിയ ദ്രോഹമായിരിക്കും അത്. എനിക്ക് നീയല്ല, അവളാ വലുത്. എനിക്ക് നീ ആരാ? ഒരു വെറും വീട്ടുജോലിക്കാരി. പക്ഷേ എന്റെ മോള് ചതിക്കപ്പെടാൻ പാടില്ല. നിന്റെ മുലപ്പാലില്ലാതെ തന്നെ അവൾക്ക് കുഞ്ഞിനെ വളർത്താൻ കഴിയും. നിന്നെ ഇവിടെ നിർത്താൻ പാടില്ലെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചതാ. അവളുടെ പ്രീതി പിടിച്ചുപറ്റി നീ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ തുടങ്ങിയ നിമിഷം നിന്റെ നാവരിയ നിശ്ചയിച്ചവളാ ഞാൻ. മാഡത്തോട് മര്യാദ വിട്ട് ഇനി ഞാനൊന്നും സംസാരിക്കില്ല. മാഡം പറയുന്നതനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. ഞാൻ പറയുന്നത് എന്ത് നീ അനുസരിക്കൂ? ഞാൻ മാഡത്തിന്റെ ജോലിക്കാരിയല്ലേ? എങ്കിൽ ഞാൻ ഈ വിവരം നിരഞ്ജനയോട് പറയാതിരിക്കാം. പക്ഷേ നീ എന്റെ ഭാഗത്ത് നിൽക്കണം. ഇനി നിരഞ്ജനയോടല്ല, ഭാമിനിയോടായിരിക്കും നിനക്ക് കൂറും. എന്താ, സമ്മതമാണോ? എന്റെ കൂടെ നിന്നാ നിനക്കതിന്റെ ഗുണമുണ്ടാവും. ഭാമിനിക്ക് വേണ്ടി ആരും ഒന്നും വെറുതെ ചെയ്യണ്ട. എന്നാ ഇക്കാര്യം ഞാൻ അവളോട് പറയില്ല. അവളൊരു മണ്ടിയായി തന്നെ ഇരിക്കട്ടെ.
മരുന്ന് തീർന്നെങ്കിൽ പറയണേ അമ്മേ. 2 ഗുളിക തീർന്നു മോളെ. നാളെ ആശുപത്രി പോകേണ്ടതല്ലേ? ഡോക്ടർ മാറ്റിക്കുറിക്കുമെന്ന് അറിയാതെ വാങ്ങിക്കണ്ട മോളെ. നിങ്ങൾ ചെല്ല്. ആ, ഇനിയിപ്പൊ നാളെ ചെല്ലുമ്പോ എന്ത് പറയുമെന്നറിയാം. വടികുത്തിയാണേലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് ചിന്തയെ ഇപ്പോഴുള്ളൂ. എത്ര ദിവസമായി ഈ കിടപ്പ് തുടങ്ങിയിട്ട്. ആരോ വന്നല്ലോ. ആരാടി? തിരുവനന്തപുരത്തെ ആ CIയാ. അർച്ചന കേസിന് പോയ സ്റ്റേഷനിലെ. അയാളെന്തിനാ എങ്ങോട്ട് വന്നേ? ആ, നിങ്ങളുടെ വീട് കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടി. ഒരു ഫോൺ നമ്പർ തന്നിരുന്നു, അത് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. സാറിരിക്കും. സാറിരിക്കണം. ഇയാൾക്ക് എന്താ പറ്റിയത്? അത് പിന്നെ ഒരു അപകടം പറ്റിയതാ സാറേ. അല്ല, സാറെന്താ വന്നേ? നല്ല ചോദ്യം. കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ച് നിങ്ങളൊരു പരാതി തന്ന ഓർമ്മയില്ലേ? അന്ന് നിങ്ങളുടെ മോള് സ്റ്റേഷനിൽ വന്ന് എന്തൊക്കെയാ പറഞ്ഞത്? പോലീസ് അലംഭാവം കാണിക്കുന്നു, CMനെ കാണും, സെക്രട്ടേറിയറ്റിന് പടിക്കൽ സത്യാഗ്രഹം കിടക്കും എന്നൊക്കെയല്ലേ? അവളെ ഇങ്ങോട്ട് വിളിക്ക്, വിവരങ്ങളൊക്കെ നേരിട്ട് പറയാം. അവളിവിടെ ഇല്ല സാറേ. പുറത്തു പോയെങ്കിൽ വിളിച്ചു വരുത്ത്, ആളുകളെ മെനക്കെടുത്താതെ. സാറ് കാര്യം നോച്ചാ പറ. വിളിച്ചു വരുത്താൻ പറ്റുന്ന ദൂരത്തല്ല അവള്. കൊച്ചിനെ ഞങ്ങൾ കണ്ടെത്തി. കൊച്ചർച്ചനയുടേതാണെന്ന് ഉറപ്പുമായി. ഒരു കേസ് തെളിയിക്കാൻ കുറച്ച് സമയമൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ മറ്റൊരു കേസ് അന്വേഷിക്കുമ്പോഴായിരിക്കും തെളിയാതെ എടുക്കുന്ന പല കേസുകളും തെളിയുന്നത്. അക്കൂട്ടത്തിൽ തെളിഞ്ഞതായതും ഒരു റാക്കറ്റ് കൈ കുടിക്കുമ്പോഴാ ഇതിനെന്തുമ്പുണ്ടായത്. അവരാ നിങ്ങളുടെ കൊച്ചിനെ കൊണ്ടുപോയത്. എല്ലാം അവർ സമ്മതിച്ചു. നിങ്ങളുടെ കൊച്ച് ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാണ്. എന്റെ ഈശ്വര, അപ്പൊ കുഞ്ഞിനെ കിട്ടിയോ? അതറിയിക്കാനാ ഇന്നലെ മുഴുവനും ഫോണിൽ വിളിക്കുന്നത്. ഇവിടുത്തെ സ്റ്റേഷനിൽ അറിയിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവിടുന്ന് ആർക്കും ഈ മല കയറാൻ താല്പര്യമില്ല. എന്തൊരു സ്ഥലമാണ് ഇത്. എനിക്കെതിരെ മേളിലോട്ട് പരാതി കൊടുക്കുമെന്നായിരുന്നല്ലോ ഭീഷണി. എന്നാൽ ഞാൻ തന്നെ നേരിട്ട് വരാമെന്ന് വിചാരിച്ചു. അവളൊരു ജോലി കിട്ടി ചെന്നൈയിലാ സാറേ. ചെന്നൈയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഉടൻ വന്ന് കൊച്ചിനെ ഏറ്റുവാങ്ങണം. നാളെ തന്നെ അവള് വരും സാറേ. ഇന്ന് വിളിച്ചു പറഞ്ഞ രാത്രി വണ്ടിക്ക് അവള് കയറും. നിങ്ങൾ അവളുടെ ഫോൺ നമ്പർ ഇതാ, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. കൊച്ചിനെ ഞാൻ വെച്ചോണ്ടിരിക്കാനൊന്നും പറ്റില്ല. അവള് നമ്പരൊന്നും തന്നിട്ടില്ല സാറേ. ഏതെങ്കിലും ബൂത്തിന്നാ ഇവിടെ വിളിക്കാറ്. അപ്പൊ അവൾ എവിടാ ജോലി ചെയ്യുന്നത്, എന്താ ജോലി എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലേ? സത്യം പറഞ്ഞ ഇല്ല സാറേ. ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റിന്റെ പണി കിട്ടിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനവളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ സാറിനും അറിയാലോ. കള്ളുകാർത്തിയനയുടെ വീട്ടിൽ അവളെ കൊണ്ടു നിർത്തിയത് ഞാൻ കാരണമാ കൊച്ചിനെ നഷ്ടപ്പെട്ടെന്ന് അവൾ വിശ്വസിക്കുന്നേ. എന്റെ മക്കളെ വിളിക്കുമെന്നല്ലാതെ ഒരടുപ്പവും എന്നോടില്ല. ഇപ്പൊ ഞാനെന്ത് ചെയ്യണം? താൻ പറ. കൊച്ചിനെ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ ഏൽപ്പിക്കട്ടെ? അതൊന്നും വേണ്ട സാറേ. നാളെ 10 മണിക്ക് അവള് സ്റ്റേഷനിൽ വരും. ശരി, നിങ്ങൾ അവളെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഓരോ അറിയിക്കണം. അപ്പൊ രാവിലെ വന്ന് അമ്മ തന്നെ കുഞ്ഞിനെ ഏറ്റുവാങ്ങണം. ഓക്കെ? കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്ന് കേട്ടപ്പോൾ മനസ്സൊന്ന് സന്തോഷിച്ചു. പക്ഷേ കുഞ്ഞിനെയും കൊണ്ട് അവൾ എങ്ങോട്ട് പോകും? ഇതിലെന്തോ ചതിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചിനെ കിട്ടിയാൽ ഒരു CI നേരിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ കാരണം അയാൾ പറഞ്ഞല്ലോ. വിശ്വസിക്കാൻ പറ്റില്ല. ചതിയാ നടക്കുന്നേ. മക്കൾ വരട്ടെ. അർച്ചനയെ വിളിച്ച് അവളോട് സംസാരിച്ചിട്ട് മതി ഇനി എന്തും.
വരൂ അച്ഛാ, വാ അമ്മേ. യാത്ര സുഖമായിരുന്നില്ലേ അമ്മ? ഒരേ ഇരിപ്പായിരുന്നില്ലേ മോളെ? എവിടെ എന്റെ മോൻ? അവനകത്തുണ്ട്. അമ്മ വാ. പ്രകാശിലൂടെ താമസിക്കാൻ സൗകര്യമുണ്ട്. വേണ്ട സാർ, ഞാൻ പുറത്ത് താമസിക്കാം. അതിന്റെ കാര്യമില്ലടോ. സാറ് വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങ് എത്തിക്കോളാം. എന്നാ തന്റെ ഇഷ്ടം. ആഹാ, അച്ഛമ്മയുടെ പൊന്നുമോനിങ്ങി വാ വാ. അയ്യോടാ. ഓ ഓ ഓ ഓ ഓ, പൊന്നുമോനെ ഒന്ന് കാണാനല്ലേ അച്ഛമ്മ അച്ഛനും ഓടി വന്നേ. ആ ദോ ദോ, ആരാന്ന് നോക്കി, ആരാന്ന് നോക്കി, ദേ നോക്കി, അച്ഛൻ വരുന്നതാ. വിഷേട്ട നമ്മുടെ മോനെ നോക്ക്. ദേ അച്ഛനെ നോക്കിയ പൊന്നെ, ഒന്ന് എടുത്തേ വിഷുവേട്ടാ. കുഞ്ഞിനെ എടുത്ത് എനിക്ക് പരിചയമില്ല ജയന്തി. അച്ഛമ്മ പൊന്നുമോനെ ഒന്ന് നേരെ കാണട്ടെ. വാ നമുക്ക് പോവാം. വാ വാവോ, വാ വാ, കരയല്ലേ. നീ എനിക്ക് നല്ലൊരു ചായ എടുക്ക. ഇപ്പൊ തരാ അച്ഛാ. അച്ഛൻ ഇതെന്തു പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. മാഡം എന്താ അങ്ങനെ പറയാൻ? അച്ഛൻ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളല്ല. അതിനിപ്പോ വിശേഷിച്ചെന്താ ഉണ്ടായത്? മോനെ കണ്ടതിന്റെ സന്തോഷമല്ലേ മാഡം കാണിച്ചത്? അച്ഛൻ ഇങ്ങനൊന്നും ആയിരുന്നില്ല. സ്നേഹം പുറമെ കാണിക്കാത്ത ആളാ. ആ, എന്തായാലും ഞാൻ ചായ എടുത്തിട്ട് വരാം. പാവം നിരഞ്ജന, സത്യം എന്താണെന്ന് അവൾ ഇപ്പോഴും അറിയുന്നില്ല. മകന്റെ കുഞ്ഞാണെന്നറിഞ്ഞ് ഓടി വന്നതാ അവര്. ചായ. കേട്ടിട്ട് വിശ്വനാഥ സാറിനോട് സഹതാപമാണ് തോന്നുന്നത്. അർച്ചനയെ കണ്ടുപിടിക്കാൻ റോസ്മലയിലേക്ക് CI സുരേന്ദ്രനെ വിട്ടൊരു നാടകം. എന്നിട്ട് അർച്ചനയുടെ മുന്നിൽ പേരക്കുട്ടിയെ ഓമനിച്ചുകൊണ്ട് മൂന്നാറിൽ സുഖവാസം. അതിബുദ്ധിയാ വിശ്വനാഥ് സാർ കാണിച്ചത്. കുഞ്ഞിനെ കിട്ടിയെന്നറിഞ്ഞ എവിടെ ഉണ്ടെങ്കിലും അർച്ചന തിരിച്ചു വരും. പ്രായത്തിൽ കൂടുതലുള്ള ഏതെങ്കിലും ഒരു കുട്ടിയെ കാണിച്ച് അതല്ലെന്ന് ഉറപ്പ് വരുത്തി പറഞ്ഞു വിട്ടാൽ പോലീസിന്റെ പണി തീർന്നു. അർച്ചനയെ വഴിക്ക് നിന്ന് കടത്താനാ വിശ്വനാഥ സാർ പ്ലാൻ ചെയ്തത്. കഷ്ടം. ഇതൊക്കെ ചെയ്തിട്ട് എന്ത് നേടാനാണെന്ന് അയാൾക്ക് ഇപ്പോഴും അറിയില്ല. പ്രോബ്ലം നിരഞ്ജനയ്ക്കാണെന്ന് അറിയുമ്പോ അവിടെ തീരും ഭ്രാന്ത് പിടിച്ചുള്ള ഈ ഓട്ടം. വിശ്വനാഥൻ സാറിന് പെട്ടെന്ന് വന്ന ഈ മാറ്റത്തിന്റെ കാരണം അറിയാതെ നിരഞ്ജന അമ്പരപ്പില. എന്നാ അതവൾക്ക് അർച്ചനയോട് പങ്കുവെക്കാനും കഴിയില്ല. കുഞ്ഞ് ശ്രുതിക്ക് അർച്ചനയിൽ പിറന്നാണെന്ന് അവർ നിരഞ്ജനയെ അറിയിക്കാൻ പോകുന്നില്ല. ഒരു കാലത്തും സുധിയോ നിരഞ്ജനയോ അത് അറിയരുതെന്ന് വിശ്വനാഥ സാറിന് നിർബന്ധമുണ്ട്. അർച്ചനയെ ഇല്ലാതാക്കാൻ തിടുക്കം കാണിക്കുന്നതിന് പിന്നിലുള്ള ലക്ഷ്യം അതുതന്നെയാ. കുഞ്ഞിന് ഒരു അവകാശം ഉണ്ടാവരുത്. അർച്ചനയ്ക്ക് ഇത്രയും മനക്കട്ടി ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഒരു പേടിയില്ലാതെയാ അവൾ അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത്. അർച്ചനയെ തിരിച്ചറിഞ്ഞാൽ തന്നെ നിരഞ്ജനയുടെ മുന്നിൽ വെച്ച് അവൾക്കെതിരെ ചെറുവിരൽ അനക്കാൻ പോലും വിശ്വനാഥ സാറിന് കഴിയില്ല. അർച്ചന എന്ന അവളുടെ പേര് വിളിക്കാൻ പോലും അയാൾക്ക് ധൈര്യം ഉണ്ടാവില്ല. അതുതന്നെയാ അവൾ അവിടെ സുരക്ഷിതയാണെന്ന് ഞാൻ പറയാനുള്ള കാരണവും. നിരഞ്ജനയ്ക്ക് ഒരു സംശയവും തോന്നാതെ അയാൾ അവളെ പുകച്ചു ചാടിക്കും. അതുണ്ടാവും. അതിനു മുമ്പേ അർച്ചന അയാളുടെ നീക്കം മനസ്സിലാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കണം. ഈ പ്രശ്നത്തിൽ നിന്നും ഫൈസിക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അർച്ചനയെ റോസ്ലി ബംഗ്ലാവിൽ എത്തിക്കാനുള്ള സാഹചര്യം തുറന്നു പറയേണ്ടി വരും. സെക്രട്ടേറിയറ്റ് പഠിക്കൽ സത്യാഗ്രഹം ഇരിക്കാൻ പോയവളെ അനുനയിപ്പിക്കാൻ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് ഞാനങ്ങ് പറയും. കുഞ്ഞിനു വേണ്ടി ഒരമ്മ തെരുവിലിറങ്ങേണ്ടി വന്നാലുള്ള ഭവിഷ്യത്ത് അത് വിശ്വനാഥ സാറിന് നന്നായിട്ട് അറിയാം. സത്യം സാർ അറിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ എന്റെ മുന്നിൽ അതേ ഉള്ളൂ മാർഗം. ഉണർന്നിരിക്കേണ്ടത് അർച്ചനയാണ്. അപകടം മുന്നിൽ കണ്ടപ്പോഴേ രക്ഷപ്പെടാൻ നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തതാ. SP വിശ്വനാഥ സാർ ആരാണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതെല്ലാം അവൾ അവഗണിച്ചു. ഇനി വരുന്നതൊക്കെ അർച്ചനയുടെ വിധിയാണെന്നേ എനിക്ക് കരുതാൻ കഴിയൂ.
അച്ചുവേച്ചി അമ്പിളിയാ. മോളിന്ന് ക്ലാസ്സിൽ പോയില്ലേ? പോയിട്ട് ഞാനിപ്പോ തിരിച്ചെത്തിയുള്ളൂ. പിന്നെ ഇന്ന് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ മോളെ? തിരുവനന്തപുരത്തുനിന്ന് ഒരു CA വന്നു. അയാളുടെ കയ്യിലാ അച്ചുവേച്ചി എന്ന് കുഞ്ഞിനെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തത്. CI സുരേന്ദ്രനല്ലേ? അയാള് തന്നെയാ. എന്തിനാ അയാള് വന്നത്? വലിയൊരു ചതി അതിന് പിന്നിൽ. നമുക്ക് രണ്ടുപേർക്കല്ലേ സത്യം അറിയൂ. എന്താന്ന് പറയും മോളെ. അമ്മയും രേവതി ഇപ്പോ വലിയ സന്തോഷത്തിലാ. അയ്യോ മോളെ, ഞാൻ മൂന്നാറിലുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. മൂന്നാറിലുണ്ടെന്ന് പറഞ്ഞില്ല, ചെന്നൈയിലാന്നാ പറഞ്ഞ. ഫോൺ നമ്പർ ചോദിച്ചിട്ട് അച്ഛൻ അറിയില്ലെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് ചെന്ന് കുഞ്ഞിനെ സ്വീകരിക്കണമെന്നാ ആ CA പറഞ്ഞത്. അതിന്റെ പിന്നിൽ കളിച്ചത് ആരാണെന്ന് എനിക്കറിയാം. SP അല്ലാതെ ആരാ? അച്ചുവേച്ചി പുറത്തു കൊണ്ടുവരാനുള്ള തന്ത്രമല്ലേ ഇത്? അതെ മോളെ. ഇപ്പോഴും അയാൾ അച്ചുവേച്ചിയുടെ പിന്നാലെ തന്നെയുണ്ട്. ഓർക്കും എനിക്ക് പേടിയാവുന്നു. പേടിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് മോളെ. ആ SP-യും ഭാര്യയും ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. അയാൾ ഇതുവരെ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെന്തിനാ പേടിക്കുന്നത്? എന്തിനാ ചേച്ചി അയാൾ വന്നത്? കുഞ്ഞ് സുധിയുടേതാണെന്ന് അവര് തിരിച്ചറിഞ്ഞു മോളെ. അയ്യോ അച്ചുവേച്ചി. സ്വന്തം പേരക്കുഞ്ഞിനെ കാണാനുള്ള വരവാ. അതെങ്ങനെ അവരറിഞ്ഞു? അയാൾ SP അല്ലേ മോളെ? അയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഇനി എന്നെ കണ്ടെത്തി ഇല്ലാതാക്കുകയാണ് അയാളുടെ ലക്ഷ്യം. അച്ചുവേച്ചി ഇനി അവിടെ നിക്കണ്ട, തിരിച്ചു വാ. അവിടെ വന്ന എന്റെ ജീവൻ സുരക്ഷിതാവോ? ഹിമ മാഡം മറ്റൊരു ജോലി ശരിയാക്കി തരാന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഒളിച്ചോടി പോവാനാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ മോളെ? ഫൈസി സാറും അത് തന്നെ പറയുന്നു. പക്ഷേ ഞാൻ ഒരിടത്തേക്കുമില്ല. മോള് ഫോൺ വെച്ചോ. അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അച്ചുവച്ചി രാത്രി വിളിക്കാം. വിളിക്കണേ. അച്ചുവച്ചിക്കൊന്നും വരില്ല. ആ ഒരു വിശ്വാസം നിന്റെ മനസ്സിലുണ്ടാവണം. അർച്ചനയെ വിളിച്ചിട്ട് കിട്ടിയോന്നും അമ്പിളിയോട് ചോദിക്കണേ. അമ്പിളി, അമ്പിളി. വിളിച്ചാലൊന്നും അർച്ചനയെ കിട്ടില്ല. അവള് ജോലി തിരക്കിലായിരിക്കും. അവളെ ഫോണിൽ കിട്ടിയോടി? അച്ഛൻ പറഞ്ഞത് തന്നെ അച്ചുവേച്ചിയും പറഞ്ഞത്. അച്ചുവേച്ചിയെ പുറത്തു കൊണ്ടുവരാൻ SP നടത്തിയ നാടകം ഇത്. അതെങ്ങനെയാ നാടകമാകുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ചെല്ലുമ്പോ കൊച്ചിനെ കാണിക്കണ്ടേ? അതിനാണോ പോലീസിന് ബുദ്ധിമുട്ട്? കയ്യിൽ കിട്ടിയത് വേറെ ആരുടെയെങ്കിലും കൊച്ചാണെന്ന് പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞിനെ അവര് കാണിച്ചു തരും. ആൺകുഞ്ഞാണെന്ന് പരാതി പറഞ്ഞതല്ലേ? പോലീസിന് എന്ത് വേണേലും പറഞ്ഞൂടെ? നമുക്കവരെ ചോദ്യം ചെയ്യാൻ പറ്റൂ? അച്ചുവേച്ചി തിരിച്ചു പോരുമ്പോ SP-യുടെ ആളുകൾ കൂടെ കൂടും. അച്ചുവേച്ചി മൂന്നാറിലുണ്ടെന്ന് അമ്മ പറയാത്തത് ഭാഗ്യമായി. ഇവള് വാതർക്കും മുമ്പ് ഞാൻ കയറി പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇനി ഇതും പറഞ്ഞ ആരെങ്കിലും വന്നാ വിവരം SP വിശ്വനാഥ് സാറിനെ അറിയിക്കാൻ അച്ഛൻ പറയണം. കുഞ്ഞിനെ അത്യാവശ്യപ്പെട്ട് നടക്കുന്ന അവരല്ലേ? അത് ശരിയാ. പോലീസ് പറഞ്ഞത് സത്യമാണെങ്കിൽ കുഞ്ഞിനെ അയാൾ വന്ന് കൊണ്ടുപോട്ടെ. ഇവളിപ്പോഴും അത് വിശ്വസിച്ചിരിക്കുക. ആ, നീ എന്റെ ഫോൺ എടുക്കും മോളെ. എന്തിനാ അച്ഛാ? എടുക്കടി മോളെ. ആ, എന്താടാ? സാറേ, ഇനി ഞങ്ങളെ ദ്രോഹിക്കരുത്. സാറിന് വേണ്ടത് അർച്ചനയുടെ കുഞ്ഞല്ലേ? കുഞ്ഞിനെ കിട്ടിയ സാറേ. സത്യമാണോ നീ പറയുന്നേ? അതെ സാറേ, കുഞ്ഞിപ്പോ പോലീസിന്റെ കയ്യിലുണ്ട്. കേസ് അന്വേഷിച്ച CI ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയി. കുഞ്ഞിനെ എത്രയും വേഗം ചെന്ന് സ്വീകരിക്കാൻ. ഞങ്ങൾക്ക് കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലെന്ന് സാറിനറിയാലോ. സാറ് CI സുരേന്ദ്ര സാറിനെ വിളിച്ച് കുഞ്ഞിനെ ഏറ്റുവാങ്ങണം. ഞങ്ങൾ അർച്ചനയെ വിളിക്കുമ്പോൾ ഈ വിവരം പറയാനും പോകുന്നില്ല. കൊച്ചിനെ കിട്ടാൻ പോവില്ല സാറേ. ഇതോടെ ഞങ്ങളോടുള്ള ശത്രുത അവസാനിപ്പിക്കണം സാറേ. ഞാൻ വയ്ക്കുക. അച്ഛനെ സമ്മതിച്ചു. തിരിച്ചടിക്കാനുള്ള ശേഷിയില്ലെങ്കിലും ഇത്രയെങ്കിലും ചെയ്യേണ്ടി മോളെ.